നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദൻ്റെ നാരായണീയമെന്ന ഗ്രന്ഥത്തിലെ നൈമിത്തിക പ്രളയവും നാഭികമനത്തിൽ നിന്ന് ബ്രഹ്മാവിൻ്റെ ആവിർഭാവവും എന്ന 8ാമത്തെ ദശകത്തിലെ 3ാമത്തെ ശ്ലോകമാണ് നാം ചർച്ച ചെയ്യുന്നത്. ആദ്യം നമുക്ക് ശ്ലോകം ചൊല്ലിക്കൊണ്ട് ആരംഭിക്കാം. അസ്മാദൃശാം പുനരഹർമുഖകൃത്യതുല്യാം സൃഷ്ടിം കരോത്യനുദിനം സഭവത്പ്രസാദാത് പ്രാഗ്ഭ്രാമകൽപ്പജനുഷാം ച പരായുഷാം തു സുപ്തപ്രബോധനസമാപ്തി തദാപി സൃഷ്ടി. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. അസ്മാദൃശാം പുനഃ അഹർമുഖകൃത്യതുല്യാം സൃഷ്ടിം കരോതി അനുദിനം സഹ ഭവത്പ്രസാദാത് പ്രാഗ്ഭ്രാമകൽപ്പജനുഷാം ച പരായുഷാം തു സുപ്തപ്രബോധനസമാ അസ്തി തദാ അഭി സൃഷ്ടി. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയമാണ് നാം ചർച്ച ചെയ്യുന്നത്. സഹ പുനഃ ഭവത്പ്രസാദാത് അനുദിനം അസ്മാദൃശാം അഹർമുഖകൃത്യതുല്യാം സൃഷ്ടിം കരോതി പ്രാഗ് ഭ്രാമകൽപ്പജനുഷാം പരായുഷാം തു തദാ അഭി സുപ്തപ്രബോധനസമാഹ സൃഷ്ടി അസ്തി. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. സാധാരണ മനുഷ്യരായ നമ്മൾ പ്രഭാതത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് തുല്യമായി ബ്രഹ്മാവ് അങ്ങയുടെ അനുഗ്രഹം മൂലം സൃഷ്ടികർമ്മങ്ങൾ ചെയ്തു വന്നു. അപ്പോൾ പണ്ടത്തെ യുഗത്തിൽ ജനിച്ചവരും ആയുഷ്മാന്മാരുമായ മാർക്കണ്ഡേയൻ മുതലായവർ ഉറക്കം വിട്ടുണരുന്നത് പോലെ വീണ്ടും ജനിക്കുന്നു. നമസ്തേ.